എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നൂർമയിലേക്ക് സ്വാഗതം. ആദ്യമായി വയനാട് ഉരുൾപൊട്ടലിൽ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ മുന്നിൽ 1000 കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത്. വയനാട്ടിലേക്ക് സഹായഹസ്തവുമായി പോയിരിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 2017 പ്രളയം വന്നപ്പോൾ അതിലൊരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാനും പ്രളയത്തിൽ ഒരുപാട് സഹായഹസ്തവുമായി പോയൊരു വ്യക്തിയാണ്. അത് നേരിട്ടറിയാവുന്ന എനിക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ പ്രളയത്തെക്കാൾ വലിയ ദുഃഖവും സങ്കടവും തോന്നി. കാരണം എത്രയോ സ്വമനസ്സുകൾ സ്വരൂപിച്ച, എത്രയോ സ്വമനസ്സുകൾ തന്ന ഭക്ഷ്യസാധനങ്ങളും വസ്ത്രവുമൊക്കെയായി ഞങ്ങളും പോയതാണ്. പോയപ്പോൾ അവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയത് ഓഫീസുകളായിരുന്നു. ആ ഓഫീസുകൾ കൈപ്പറ്റിയിട്ട് വാരിക്കൂട്ടി ഒരു മൂലക്കിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്. ഈ വെള്ളത്തിനോടൊപ്പം ഈ കൊണ്ടുകൊടുത്ത ഈ സാധനങ്ങളെ കൂടി അങ്ങോട്ട് ഒഴുകിപ്പോവുക ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ വേദനാജനകമായിപ്പോയി. അതുപോലെ വയനാട് ഉരുൾപൊട്ടലിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും അവശരായി കിടക്കുന്ന രോഗികൾക്കും സഹായഹസ്തവുമായി ചെല്ലുന്ന സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നേരിട്ട് അർഹതപ്പെട്ടവരുടെ കയ്യിലാണോ ചെല്ലുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് നിങ്ങൾ ഏതെങ്കിലും ഓഫീസുകളിൽ കൊണ്ട് കൊടുത്താൽ അത് അവർ വാങ്ങും, കൈപ്പറ്റും, അവിടെ എവിടെയെങ്കിലും മൂലക്ക് തള്ളുന്ന ഒരവസ്ഥയാണ് 2018 പ്രളയത്തിൽ നമ്മൾ കണ്ടത്. അതേപോലെ ആകരുത്. ഇത് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് തന്നെ ചെല്ലണം. നേരിട്ട് നിങ്ങൾ അർഹതപ്പെട്ടവരെ കണ്ട് അവരുടെ കയ്യിലേക്ക് ഇത് കൈമാറണം. എന്ത് സഹായവുമാകട്ടെ, സ്വമനസ്സുകളുടെ നല്ല മനസ്സുകൊണ്ട് തരുന്ന ആ സഹായങ്ങൾ നമ്മൾ അവരിലെത്തിക്കുമ്പോൾ നേരിട്ട് അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കി അവരിലേക്ക് എത്തിക്കുക. അതല്ലാതെ 2018 നടന്ന പ്രളയത്തിൽ പൈസ ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതങ്ങനെ ആകരുത്. കാരണം ഇത് അർഹതപ്പെട്ട ആരാണോ അവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ സഹായഹസ്തങ്ങൾ ചെല്ലട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. കൈകാലുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, തല നഷ്ടപ്പെട്ടവരുണ്ട്, ശരീരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നഷ്ടപ്പെട്ട ബോഡികൾ കിട്ടിയിട്ടുണ്ട്. ദയവേത് സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങനത്തെ വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള ഒരപേക്ഷയും കൂടി ഈ എളിയവനുണ്ട്. കാരണം അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ ഇത് കാണുമ്പോൾ, മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരിത് കാണുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ കൂടി ഇതേപോലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കാൻ. നമുക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. വയനാടിനെ സംബന്ധിച്ച്, ഇങ്ങനെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഓർമ്മകളിലും നമ്മുടെ ചരിത്രത്തിലും ആദ്യ സംഭവമാണ്. നമുക്ക് ഇതുവരെ പൊലിഞ്ഞു പോയിട്ടുള്ള 291 ജീവനുകളാണ്, വിലപ്പെട്ട ജീവനുകൾ. നമ്മൾ വയനാടിൽ ചെന്നെത്തിപ്പെടാൻ കഴിയാത്തതിലുള്ള സങ്കടം എനിക്കുമുണ്ട്. കാരണം 2018 പ്രളയത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാനും എൻ്റെ വാഹനവും കൂടിയാണ് 2018 പ്രളയത്തിൽ സഹായഹസ്തവുമായി സ്വമനസ്സുകളുടെ സഹായങ്ങൾ വാങ്ങി ഞാനും കൂടിയാണ് 2018 പ്രളയത്തിൽ കിഴക്കൻ മേഖലയിലേക്ക് ഡ്രൈവ് ചെയ്തു പോയത്. തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോയ വള്ളക്കാരെയും കൊണ്ടാണ് ഞാൻ തിരിച്ചു വരാറ്. ഒരു സഹായവും ആരുടെ കയ്യിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയല്ല ഞാനത് ചെയ്തത്. ആ പ്രളയത്തോടു കൂടി
ഞാൻ ഓടിച്ചിരുന്ന വാഹനവും എനിക്ക് നഷ്ടപ്പെട്ടു. വാഹനം നഷ്ടപ്പെട്ടത്, വാഹനത്തിൽ വെള്ളം കയറി വാഹനം ഞാൻ ഇരുമ്പ് വിലയ്ക്ക് തൂക്കി കൊടുക്കുകയായിരുന്നു. അതും കൂടി പറയാം. കാരണം ഇത് നമ്മൾ വയനാട് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ നേരിട്ട് ചെന്ന് അവരെ എടുത്തുയർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് എനിക്കുള്ളത്. വയനാട്ടിൽ എൻ്റെ സഹോദരങ്ങൾ അവിടെ സഹായഹസ്തവുമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സഹായം ഒന്നുമാകില്ല. ഇത്രയും നാളത്തെയും സമ്പാദ്യവും അവരുടെ വീടും അവരുടെ മറ്റെല്ലാം ഒലിച്ചു പോയ ഈ സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുന്ന സഹായം അവർക്കൊന്നുമല്ല. അവർക്ക് എന്ത് കിട്ടണമെങ്കിലും സ്വമനസ്സുകൾ നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും ആ പഴയ ഒരു വയനാടിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. വീടിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു. അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ സ്വമനസ്സുകൾ മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ പ്രവാസികളുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു സഹായം നമുക്ക് കിട്ടിയിരുന്നു. ആ പ്രവാസികളെല്ലാം വയനാടിൻ്റെ കാര്യത്തിൽ ഊർജിതമായി പരിഗണിക്കണം വയനാടിനെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും നാട്ടിലെ വലിയ വലിയ ബിസിനസ്സുകാരായ സുഹൃത്തുക്കളുമൊക്കെ വയനാടിനെ പിടിച്ചുയർത്തിക്കൊണ്ടുവരണം. പഴയതിനേക്കാൾ ഊർജ്ജതയോടുകൂടി ഈ മുണ്ടക്കലും ഈ അപകടം നടന്ന ചൂരമലയും അവിടെയും പഴയതുപോലെയാകണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വയനാടിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് താങ്ങാൻ പറ്റാത്തതിലപ്പുറമാണ്. വയനാട് നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കൂടി കാണുമ്പോൾ നമ്മുടെ ഉള്ളം പൊട്ടുകയാണ്. ഒരിറ്റ് കണ്ണുനീര് വരാത്ത ഒരൊറ്റ ദിവസമില്ല. നമ്മളെ സഹോദരങ്ങൾ ഇന്നലെ വരെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ, അതും ഇതേ ദാരുണമായിട്ട് ഇത്രയും വലിയൊരു പ്രകൃതിക്ഷോഭത്തിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടം നമുക്കുണ്ട്. ഇതിൽ പലരും രക്ഷാപ്രവർത്തകരെ അപമാനിക്കുന്നത് കണ്ടു. പക്ഷെ അവരാരും ഈ സ്ഥലങ്ങളിൽ പോലും വന്നിട്ടില്ല. വോട്ട് ചോദിക്കാൻ വേണ്ടി അല്ലാതെ അവരാ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അപമാനിക്കുന്നവർക്കൊരു താക്കീതാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന പല സംഘടനകളും. അതിൽ ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥരും അതിൽ കൈകോർത്ത് പിടിച്ച് ഒരേ മനസ്സോടുകൂടി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവിടെയും വർഗീയത ചിന്താഗതിയുമായി വരുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ദയവേദങ്ങളും മാറ്റി നിർത്തണം, അകറ്റി നിർത്തണം. പ്രളയം വന്നപ്പോൾ നമ്മൾ കരുതി അവരുടെ മനസ്സ് നന്നാവുമെന്ന്. പിന്നെ നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും നമ്മൾ കരുതി അവർ നന്നാവുമെന്ന്. ഒരിക്കലും അവരുടെ മനസ്സിൽ ആ വർഗീയത അങ്ങനെ തന്നെയുണ്ട്. ഒടുവിൽ വയനാട് ദുരന്തം വന്നപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം തമ്പുരാൻ മുന്നോട്ടുള്ള വീതികളിൽ അവരെ കാക്കട്ടെ, അവരുടെ മനസ്സിനെ ശുദ്ധമാക്കി കൊടുക്കട്ടെ, അവർക്ക് പാപമോചനം കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊന്നും പറയാനില്ല. വയനാടിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തിക്കുക. നന്ദി, നമസ്കാരം.